27-ാം രാവിന്റെ പ്രത്യേകത എന്താ? ലൈലത്തുൽ ഖദർ അന്നാ ഇല്ലേ ഉസ്താദെ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അന്നാണ് ലൈലത്തുൽ ഖദർ. ആരാ പറഞ്ഞ അന്നാണ്? 27-ാം രാവിന്റെ അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചത്? അന്നാണ് എന്തുറപ്പുള്ള? റമദാൻ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. റമദാൻ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നവരുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10-ൽ 21, 23, 25, 27, 29 ഈ ഒറ്റ ആകപ്പെട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചുകൂടെ കിടന്നിട്ട് പറയുന്നു 7 എന്ന് പറയുന്ന സംഖ്യ അതൊരു അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള സംഖ്യയാണ് 7. കാരണം സുജൂദിന്റെ അവയവം 7ആണ്. അസ്ഹാബുൽ കഹ്ഫ് 7ആണ്. എന്റെ പ്രിയപ്പെട്ടവർ, ആഴ്ചയിലെ ദിവസങ്ങൾ 7ആണ്. 7 ആകാശം, 7 ഭൂമി, ഒരു മനുഷ്യന്റെ മുഖത്തുള്ള ദാരം 7ആണ്. ഇങ്ങനെ 7കളെ പരിഗണിച്ചുകൊണ്ട് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയെന്ന് പറയുന്നു. എന്നെ ഉറപ്പൊന്നുമില്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലൈലത്തുൽ ഖദർ ലഭിച്ചവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിട്ടിയാൽ മതി എന്നെങ്കിലും. അൽഹംദുലില്ലാഹ്.